ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ചലേം എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റികളെക്കുറിച്ച് നോക്കാം. ഇതൊരു കഥയാണ്. ഈ പാഠഭാഗത്ത് ആദ്യം വരുന്ന ചോദ്യമാണ് ഇത്. ഉസ് രാത് ദോനോം കോ നിന്ദ് ന ആയി ക്യോ? ആ രാത്രി രണ്ടുപേർക്കും ഉറക്കം വന്നില്ല, എന്തുകൊണ്ട്? ഇനി ഉത്തരം എന്തെന്ന് നോക്കാം. താഴെ നൽകിയിട്ടുണ്ട്. വായിച്ചു മനസ്സിലാക്കി നിങ്ങൾ എഴുതുമല്ലോ. ഇനി അടുത്ത ചോദ്യം. ജ്യാദാ ദൂർ മത് ജാന. അമ്മ ने टोकू को समझाया. आप भी ज्यादा दूर मत जाना. टोकू ने अम्मा को समझाया. यहाँ दोनों से कौन सा मनोभाव प्रकट होता है? അതായത് അമ്മ ടൊക്കുവിനോട് അധികം ദൂരം പോവരുത് എന്ന് പറഞ്ഞു. തിരിച്ച് ടുക്കു അമ്മയോടും ഇപ്രകാരം തന്നെ പറഞ്ഞു. ഇവിടെ രണ്ടുപേരുടെയും എന്തു മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ഉത്തരം ഇതാ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗിർ ഗയി തു ക്യാ മസാ തോ ആയാ? ഏസാ കോയി അനുഭവ് ആപ്കു ഹേ? ബതാവൂ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ എഴുതാനാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരമിതാ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി നമുക്ക് ഈ പാഠത്തിലെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി ഇതാ. ക്രമേ ലിഖേം. ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ നമ്പർ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾ ഓർഡറിലാക്കി എഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്തെന്ന് നോക്കാം. സമർത്ഥൻ കരേം ടിക്. സഹി വാക്കി ചുൻകർ ലിഖേ. അതായത് ശരിയുള്ള നേരെ ശരിയെ വിട്ട് അതിന് യോജിച്ച വരി താഴെ നൽകിയിട്ടുള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. ആദ്യത്തേത് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ച ആളെ ടിക്ക് ചെയ്യാം. രണ്ടാമത്തേതിൽ കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട ആളെ ടിക്ക് ചെയ്യാം. മൂന്നാമത്തേതിൽ ബൈക്കിൽ 2 പേരുള്ള ബൈക്കിനെ ടിക്ക് ചെയ്യാം. നാലാമത്തേതിൽ നിർത്തിയിട്ട ബൈക്കിൽ നിന്നും മൊബൈൽ ഫോൺ വിളിക്കുന്ന ആളെ ടിക്ക് ചെയ്യാം. ഇപ്രകാരം ഇതിന് യോജിച്ച വരികളും കണ്ടെത്തണം. ഇവിടെ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് നോക്കി കൂട്ടുകാർ ചിത്രത്തിനടുത്തായി ആ വരി എഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റി ടുക്കു കി ഡയറി ലിഖേ. ടുക്കുവിന്റെ ഡയറി എഴുതാം. ഉത്തരം. ഇനി അടുത്ത ആക്ടിവിറ്റി ലിഖേൻ ചിത്ര ക്യാ കേ രഹാ ഹേ. എഴുതാം ചിത്രം എന്താണ് പറയുന്നത്. അതായത് ചിത്രം എന്താണ് എന്നത് നോക്കിയിട്ട് വരി അതിനെ യോജിപ്പിക്കുക. ഉത്തരം ഇവിടെ ഞാൻ കാണിക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. കഹാനി കോ ആകെ ബഢായേ. ഈ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ച് ബാക്കി കഥ പൂരിപ്പിക്കുക. അതായത് അമ്മ സ്വപ്നം കണ്ടു സ്കൂളിലേക്ക് ടുക്കുവിനെ സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നത്. ടുക്കു കണ്ടു അമ്മയെ സൈക്കിളിൽ കൊണ്ടുപോകുന്നത്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.